90% ആളുകളും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ നോക്കാറുള്ളൂ, പ്രീമിയം. പക്ഷെ അതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഏതൊരു പോളിസി എടുക്കുന്നതിന് മുമ്പും ഈ 4 കാര്യങ്ങൾ നോക്കണം. കവറേജ് എത്രയാണ്, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് എത്ര നാൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, ആദ്യത്തെ ക്ലെയിം കഴിഞ്ഞാൽ പോളിസി എങ്ങനെ വർക്ക് ചെയ്യും, OPD പോലെയുള്ള ദിവസേനയുള്ള മെഡിക്കൽ എക്സ്പെൻസസ് കവർ ചെയ്യുമോ. ഇതാണ് ശരിക്കും വലിയ ഡിഫറൻസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന്, നിങ്ങളുടെ കവറേജ് ലിമിറ്റ് എത്രയാണ്? ചില പ്ലാൻസിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കവർ ചെയ്യാൻ വർഷങ്ങളോളം വെയിറ്റ് ചെയ്യണം. ചില പ്ലാൻസിൽ OPD ബെനിഫിറ്റ്സ് തന്നെ ഉണ്ടാകില്ല. പിന്നെ ക്ലെയിം ചെയ്തതിനു ശേഷം പോളിസി എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പലരും നോക്കാറ് പോലുമില്ല. ഇങ്ങനെ കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പോളിസി ഉണ്ടായിരുന്നു. അതാണ് നിവാബുപ്പ റീഅഷ്വർ 3.0. ഇത് ഏറ്റവും ചീപ്പ് ആയതുകൊണ്ടല്ല, ഇതിന്റെ ക്ലെയിം ഹാൻഡിലിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഞാൻ പറഞ്ഞ ഇൻഷുറൻസിൽ അൺലിമിറ്റഡ് സം ഇൻഷുർഡ് ഉണ്ട്. അതായത് ഒരു വലിയ ഹോസ്പിറ്റൽ ഇഷ്യൂ ഉണ്ടായാലും നിങ്ങൾ അണ്ടർ കവേർഡ് ആകില്ല. അതുപോലെ തന്നെ ഒരു പോളിസി ഇയറിൽ മൾട്ടിപ്പിൾ ടൈംസ് ക്ലെയിം ചെയ്യാനും നമുക്ക് ഇതിൽ സാധിക്കും. കാരണം മെഡിക്കൽ എമർജൻസീസ് ഒരു തവണ മാത്രം വരണമെന്നില്ലല്ലോ. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ മറ്റൊരു കാര്യം, 145 പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഇത് ഡേ 1 മുതൽ കവർ ചെയ്യുന്നു. അതുപോലെ ഡോക്ടർ കൺസൾട്ടേഷൻസ്, മെഡിസിൻസ്, ലാബ് ടെസ്റ്റ് തുടങ്ങി ദിവസേനയുള്ള ഹെൽത്ത് കെയറിനായിട്ട് OPD ബെനിഫിറ്റ്സും ഇതിലുണ്ട്. കൂടാതെ നിങ്ങൾ അടച്ച പ്രീമിയത്തിന്റെ 5 മടങ്ങ് വരെ ബെനിഫിറ്റ്സും ഇതിൽ ലഭിക്കും. അതിലും സർപ്രൈസ് ആയ കാര്യം എന്താണെന്ന് അറിയാമോ? ഇതെല്ലാം ഏകദേശം ഒരു ദിവസം 17 രൂപ മുതൽ തുടങ്ങുന്നു. അതുകൊണ്ട് ടേക്ക് അവേ ഒന്ന് മാത്രം, ഏറ്റവും കുറഞ്ഞ പ്രീമിയം നോക്കി പോളിസി എടുക്കരുത്. നിങ്ങൾക്ക് ശരിക്കും ആവശ്യം വരുന്ന ടൈമിൽ ഈ പോളിസി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. നിവാബുപ്പ റീഅഷ്വർ 3.0 കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഹെൽത്ത് എന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളുടെ ഇൻബോക്സിൽ അയച്ചു തരുന്നതായിരിക്കും.